ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ആ കാർക്കോടകൻ CI വിട്ട ആ ഗുണ്ടികൾ അങ്ങനെ പറയുന്നതാകും ശരി. കാരണം അവളുമാർ പോലീസുകാരികളൊന്നും അല്ലെന്ന് തോന്നുന്നു. ജയിലഴികളിൽ മുഖം വെച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഋതികയുടെ അടുത്തോട്ട് വന്നിട്ട് അവളുമാർ രണ്ടും കൂടെ പറയുന്നു, ഇതെന്തോന്നാടി, നിന്റെ അച്ഛൻ്റെ അരമനയോ? എഴുന്നേക്കടി. ആ കൂട്ടത്തിലെ ഗുണ്ടികളിൽ മൂത്തവള് പറയുക. പാവം ഋതിക പെട്ടെന്ന് പേടിച്ചിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാണ്. അപ്പോൾ കൂടെ വന്ന മറ്റേവള് പറയുന്നുണ്ട്, അവൾ റെസ്റ്റ് ഹൗസിൽ കിടക്കുന്ന പോലെ വന്ന് കിടക്കുന്നത്. എന്നാലേ ഇവളെ നമുക്ക് സപ്രപഞ്ചത്തിലോട്ട് കിടത്താം. അയ്യോ, അത് വേണ്ട തങ്കമണി സാറേ. ഇവളെ നമുക്ക് എണ്ണത്തോണിയിലിട്ട് കുളിപ്പിച്ചിട്ട് പിന്നെ ആട്ടുകട്ടിലിട്ട് ആട്ട. എന്താണ് ഈ പറയുന്നതൊക്കെ എന്നൊന്നും മനസ്സിലാകാതെ ഋതിക ഇങ്ങനെ പേടിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുക. പെട്ടെന്ന് അവൾ പോക്കറ്റിന് ചാവിയെടുത്ത് ആ ജയിൽ തുറക്കുവാണ്. ആ ജയിലറെ അങ്ങോട്ട് തുറന്നിട്ട് ഒരുത്തി പറയുന്ന, രമസാറെ കണ്ടില്ലേ, ഇവളുടെ ഡാൽഡ പോലത്തെ മോന്തയാണല്ലോ. കൂടെ വന്ന മറ്റേവള് പറയുന്നുണ്ട്, ഇവളെ ഒരു ഒന്നാന്തരം ചോക്ലേറ്റാ, ഒരു വെള്ളപ്പാറ്റ. ഇവളുടെ കരണം നോക്കി ഒന്ന് കൊടുത്താലുണ്ടല്ലോ, ഇവിടെ ഈ മുഖം അങ്ങ് ചെമ്പരത്തിപ്പൂ പോലെ അങ്ങാകും. അയ്യോ മേഡം കണ്ടോ, ഇവളെ ഓമനത്തിങ്കൾ കിടാവാ. ഇവളുടെ കൊഞ്ചൽ ഇതുവരെ മാറിയിട്ടില്ല. ഇവളുടെ മൊഞ്ച് പോലത്തെ മുഖം കണ്ടാൽ തന്നെ അറിയാം. ഓ, ഇവളുടെ ഡ്രസ്സൊക്കെ കണ്ടാൽ കൊള്ളാവല്ലോടി. അയ്യോ തങ്കമണി സാറേ, ഡ്രസ്സ് മാത്രമല്ല, വേണ്ട ഇവളുടെ തലമുടിയും കൊള്ളാവല്ലോ. അയ്യോ എൻ്റെ തങ്കമണി സാറേ, ഇവളുടെ സ്കിന്ന് കണ്ടോ, നല്ല വെണ്ണ പോലെ ഇരിക്കുന്നു. രണ്ട് ഗുണ്ടികൾക്കും നമ്മുടെ ഋതികയെ കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇവളൊരു നല്ല കൊച്ചു സുന്ദരിയ, മദാമ കൊച്ച് എന്നും പറഞ്ഞ് ആ തങ്കമണി ഗുണ്ടി ഋതികയുടെ കവിളത്തിങ്ങനെ അടിച്ചു നോക്കുവാണ്. തങ്കമണി സാറേ വേണ്ട, കൂടുതൽ ഇവളെ അങ്ങോട്ട് സുഖിപ്പിച്ചാലേ ഇവളങ്ങ് ഞെളിയും. നമുക്കതുകൊണ്ട് കാര്യത്തിലോട്ട് കടക്കാം. അങ്ങനെ തങ്കമണി അവിടെ ഗുണ്ടായുസ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞ്, എടി പറയടി, ഒറ്റ അടിക്ക് തന്നെ നീ സത്യമൊക്കെ പറഞ്ഞ പിന്നെ നീ അടി കൊള്ളത്തില്ല. അതുകൊണ്ട് നീ സത്യം പറയടി, നീ എന്തിനാടി അയാളെ കൊന്നത്? അയ്യോ ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഋതിക രണ്ട് കൈയെടുത്ത് കരഞ്ഞുകൊണ്ട് പറയുക. അയ്യോ രമസാറെ കേട്ടോ, ഇവൾ ആരെയും കൊന്നിട്ടില്ലെന്ന്. ആഹാ, നീ കൊന്നിട്ടില്ലേടി? പിന്നെ ആ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ പിന്നെ എന്തുവാടി, കള്ളമാണോ പറയുന്നത്? ആ ഗണ്ണിലെ നിന്റെ ഫിംഗർ പ്രിൻ്റ് അടിയുള്ളത്. അയ്യോ ആ ഗണ്ണ് എൻ്റെതല്ല, പിന്നെ ആരുടേതടി? അത് അംബിക അമ്മായിയുടേതാ, അംബിക വർമ്മ. കണ്ടോ കണ്ടോ രമസാറെ, അപ്പോഴേ നമ്മളോട് അംബിക മേഡം പറഞ്ഞതല്ലയോ ഇവൾ ഇങ്ങനെയൊക്കെ പറയത്തുള്ളെന്ന്. അവരങ്ങനെ പറഞ്ഞത് കേട്ട് ഋതിക ഒന്ന് ഞെട്ടി. ആഹാ, അപ്പോൾ അത് ശരി, നിങ്ങൾ അംബിക മേഡത്തിൻ്റെ ആൾക്കാരാണല്ലേ. അപ്പോഴാ കരടി CI അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇവളൊന്നും പറയുന്നില്ലേ നിങ്ങളോട്? സാറേ ഇവള് പഠിച്ച കള്ളിയാ സാറേ. അതിനെ നിങ്ങൾ അവളോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാലേ അവൾ മറുപടി പറയും. നിങ്ങൾ അവളുടെ ചെവിക്കെല്ലാം അങ്ങോട്ട് അടിച്ച് പറിക്ക്. തത്ത പറയുന്നവരപ്പോൾ അവൾ സത്യങ്ങളൊക്കെ പറയും. എന്താ നോക്കി നിൽക്കുന്നേ? എന്താ നിങ്ങൾക്കൊരു മടി? അവളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനല്ലേ പറഞ്ഞത്? മന്ത്രിയുടെ മകളെ തല്ലാനേ പോലീസ് സ്റ്റേഷനിലോട്ട് വന്ന പോലീസുകാർക്ക് എന്താ ഇത്ര മടി? അയ്യോ സാറേ, ഒരു മടിയില്ല. ഇവള് ചത്താലേ സാർ ഉത്തരം പറഞ്ഞോണം. പറയടി സത്യം, ആരാടി ജഗന്നാഥനെ കൊന്നത് എന്നും പറഞ്ഞ തങ്കമണി ഋതികയുടെ കരണത്തോട്ട് ആഞ്ഞടിക്കുവാണ്. ആ കാട്ടാളൻ അങ്ങനെ കണ്ടു നിൽക്കെ അവളുമാർ ഋതികയെ എടുത്തിട്ട് അടിക്കുവാണ്. ഋതികയുടെ കരച്ചിൽ ശബ്ദം രാജു കേട്ടു. രാജു അങ്ങോട്ട് ഓടി വരാനായിട്ട് ഒരുങ്ങുമ്പോൾ പോലീസ് വേഷത്തിൽ വന്ന ആ ഗുണ്ടകൾ രാജുവിനെ തടഞ്ഞു വെച്ചിരിക്കുവാണ്. രാജു അവരും കൂടെ നല്ല മൽപ്പിടുത്തമാണ്. അടങ്ങി നിൽക്കടാ അവിടെന്നും പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് രാജുവിനെ തടുത്തു നിർത്തിയിരിക്കുവാണ്. പറയടി, നീയല്ലേടി ജഗന്നാഥനെ കൊന്നത് എന്നും പറഞ്ഞ് ആ രണ്ട് ഗുണ്ടികളും ചേർന്ന് ഋതികയെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട്. തലമുടിക്ക് പിടിച്ച് വലിക്കുകയും അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഋതിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ ഞാനല്ല. ഇത് രാജു കേൾക്കുന്നുണ്ട്. അയ്യോ രാജു എന്നൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ട് ഋതിക. ഒരുത്ത് ഋതികയെ ഇങ്ങനെ അനങ്ങാൻ വയ്യാത്ത വിധം പിടിച്ച് നിർത്തി കൊടുക്കുന്ന മറ്റവൾക്ക് അടിക്കാൻ വേണ്ടി. അവളാണെങ്കിൽ അവിടെ ദേഷ്യം മുഴുക്കെ ഋതികയുടെ സ്കിന്നിനെയും സൗന്ദര്യത്തെക്കുറിച്ച് പുകഴ്ത്തിയവളല്ലേ. അവൾക്ക് അസൂയാണോ എന്തോ അറിയില്ല, അതോ വാങ്ങിച്ച കാശിൻ്റെ നന്ദിയാണോ? അവൾ ഋതികയെ ശരിക്കും ഉപദ്രവിക്കുകയാണ്. അവളുമാർ ഉപദ്രവിക്കുന്ന കണ്ട കാട്ടാള CI വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് പുറത്തോട്ട് വന്ന് രാജുവിനോട് പറയുന്നു, എടാ നീ എന്തൊരു ഭർത്താവാടാ, നിന്റെ ഭാര്യയെ തണ്ട് അകത്തിട്ട് ചവിട്ടി കൂട്ടുന്നടാ, അവളുടെ നിലവിളി നിന്റെ കാതിൽ കേൾക്കുന്നില്ലേടാ എന്നൊക്കെ ഇങ്ങനെ പറയുക. രാജുവാണെ അവന്മാരുടെ കയ്യിൽ കിടന്ന് പിടയുവാണ്. അവരെയൊക്കെ തള്ളി മാറ്റാനായിട്ട് രാജു ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അകത്താണെങ്കിൽ ഋതിയായിട്ട് അവളുമാരടിക്കുവാണ്. നീ പറയടി സത്യം, അവനെ കൊന്നത് നീയാണെന്നങ്ങ് സമ്മതിക്കടി, അല്ലെങ്കിൽ നിന്നെ ഞങ്ങളിന്ന് കൊന്നുകളയോടി എന്നും പറഞ്ഞ് രണ്ടുപേരും മാറി മാറി ഋതിയെ അടിക്കുവാണ്. നിങ്ങൾ എന്നെ കൊന്നാലും ശരി, ഞാൻ ചെയ്യാത്ത കുറ്റം ഞാൻ സമ്മതിക്കില്ല എന്ന് ഋതിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. നീ സത്യം പറയുന്നത് വരെ നിന്നെ ഇതിനകത്തിട്ട് ശരിയാക്കുവടി, നീ കുറ്റം അങ്ങോട്ട് സമ്മതിക്കടി, നീ ആടി കൊന്നതെന്ന് സമ്മതിക്കടി എന്നും പറഞ്ഞ് എടുത്തിട്ട് ചാർത്തുവാണ് ഋതിക.
നീ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഇതിനകത്തിട്ട് ഞങ്ങൾ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുവടി. തലമുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിക്കോട്ടിട്ട് ഇടിക്കുവാണ്. ഋതികയുടെ കരച്ചിൽ കേട്ട് രാജു വെളിയിൽ കിടന്ന് ഋതു നലറുവാണ്. രാജു രാജു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഋതികയും വിളിക്കുന്നുണ്ട്. ഈ സമയം പ്രതാപവർമ്മയെ ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുവാണ്. ഡോക്ടർ പറയുക, സാറിനോട് എത്ര പറഞ്ഞിട്ടും സാറിന്റെ രോഗത്തെ കാര്യമായിട്ട് എടുക്കുന്നില്ല. രോഗം സീരിയസ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ഏത് രോഗമായാലും ചികിത്സിച്ചാൽ അത് മാറും. സാറ് ചികിത്സയ്ക്ക് റെഡിയാകാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഈ വിവരം സാറിൻ്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞേ പറ്റൂ. ഇത് എനിക്ക് സാറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സാർ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഡോക്ടർ പറയുവാണ്. വർമ്മ സാറിൻ്റെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് ആരെങ്കിലും അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ എന്നിങ്ങനെ അവിടെ നിൽക്കുന്ന നഴ്സിനോട് പറയുവാണ്. പ്രതാപനുടനെ ഡോക്ടറോട് പറയുക, ഡോക്ടറെ ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എൻ്റെ മകളും മരുമകനും ഒന്നും എൻ്റെ ഈ രോഗവിവരം അറിയരുത്. പിന്നെ ഞാനിത് ആരോട് പറയും സാർ? എൻ്റെ അനുജൻ ശേഖരൻ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. അവനോട് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ ആ ഡോക്ടർ ശേഖരനെ അകത്തോട്ട് വിളിപ്പിക്കുന്നുണ്ട്. നഴ്സ് വന്ന് ശേഖരനോട് പറയുന്നു, സാറാണോ ശേഖരവർമ്മ? അതെ, സാർ അകത്തോട്ട് വരാൻ പറഞ്ഞു എന്നും പറഞ്ഞ് ശേഖരനെ അകത്തോട്ട് വിളിച്ചോണ്ട് പോവുകയാണ്. ശേഖരനോട് ഡോക്ടർ പറയുക, ശേഖരൻ സാറിനെ എനിക്ക് നന്നായിട്ടറിയാം. ഈ വർമ്മ സാറിനോട് ഓരോന്നും പറഞ്ഞ് ഞാൻ തോറ്റു. ഒരു രോഗം വന്നാൽ ട്രീറ്റ്മെൻറ്റ് വേണം. ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ റെസ്റ്റും വേണം. റെസ്റ്റ് എടുക്കാൻ സമയമില്ലെന്നും പറഞ്ഞ് ഈ സാറ് ട്രീറ്റ്മെൻറ്റ് നീട്ടിക്കൊണ്ട് പോവുകയാണ്. വെറും ടാബ്ലറ്റ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക. ട്രീറ്റ്മെൻറ്റ് നീട്ടിക്കൊണ്ട് പോയാലേ കാര്യം വഷളാവും. ഒരു പഴമൊഴി അറിയില്ലേ, സൂചി കൊണ്ടെടുത്ത് കളയേണ്ടത് അവസാനം തൂമ്പ കൊണ്ടെടുത്ത് കളയേണ്ടി വരുമെന്ന്. അയ്യോ ഡോക്ടറെ, എൻ്റെ ചേട്ടന് എന്താണ് അസുഖം? ഇനി എനിക്കിത് പറയാതിരിക്കാൻ തരവില്ല. ഇനി വർമ്മ സാറിനെ ഇങ്ങനെ വിടാനും പറ്റില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ നിന്ന സിസ്റ്റേഴ്സിനോടൊക്കെ പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തോട്ട് പോയി നിന്നേ. അങ്ങനെ ഡോക്ടർ ശേഖരനോട് പ്രതാപൻ്റെ അസുഖ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഭയപ്പെടാനൊന്നുമില്ല, ഇത് ഫസ്റ്റ് സ്റ്റേജാണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ മാറാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ശേഖരൻ സാർ വർമ്മ സാറിനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ കേട്ടോണ്ട് അവിടെ കിടന്ന പ്രതാപൻ ശേഖരനോട് പറയും, എടാ നീ ഇതൊന്നും കേട്ട് പേടിക്കാതെ, എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. എൻ്റെ മോൾ അവിടെ ലോക്കപ്പിൽ കിടക്കുമല്ലേ, അതൊക്കെ ഓർത്തിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഈ അസുഖം ഉണ്ടായത്. ശേഖരനാണെങ്കിൽ ചങ്കു പൊട്ടുന്ന വേദനയോടെ മനസ്സിൽ പറയുക, എൻ്റെ ദൈവമേ, എൻ്റെ ചേട്ടൻ എന്തെങ്കിലും പറ്റിയാൽ. ഈ സമയത്താണേ പോലീസ് സ്റ്റേഷനിൽ ശരിക്ക് അടി നടക്കുവാണ്. ഋതികയെ അവളുമാർ ശ്വാസം വിടാൻ പോലും പറ്റാത്ത രീതിക്കിട്ട് അടിക്കുവാണ്. അതുപോലെ തന്നെ രാജുവിനെയും പുറത്ത് ആ ഗുണ്ടകളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. ഋതു എന്ന് രാജു അലറി കരയുന്നുണ്ട്. അതുപോലെ തന്നെ രാജു എന്ന് വിളിച്ച് ഋതികയും കരയുവാണ്. ആ ഋതികയുടെ ദുപ്പട്ട ഇങ്ങോട്ട് വലിച്ച് ആ കഴുത്തിലിട്ട് ചുറ്റുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രാജുവിന് ഒരു തരത്തിലും അനങ്ങാൻ പറ്റാത്ത രീതിക്ക് അവന്മാർ പിടിച്ചിരിക്കുക. രാജു പെട്ടെന്ന് ആ പിടിച്ചിരിക്കുന്ന ഒരുത്തൻ്റെ പോക്കറ്റിൽ നിന്ന് ആ റിവോൾവർ ഇങ്ങ് വലിച്ചെടുത്ത് എന്നിട്ട് രാജു അവരുടെ നേരെ റിവോൾവർ ചൂണ്ടുവാണ്. മാടയല്ല അങ്ങോട്ട് എന്നും പറഞ്ഞ് രാജു ആ റിവോൾവറും കൊണ്ട് ഋതികയുടെ അടുത്തോട്ട് ഓടുവാണ്. ആ ജയിലറയ്ക്കകത്തോട്ട് ഓടിച്ചെന്നിട്ട് മാറി നിക്കടി നീയൊക്കെ എന്നും പറഞ്ഞ് ഋതുവിനെ ഇങ്ങോട്ട് പിടിച്ചവൻ്റെ അടുത്തോട്ട് നിർത്തിക്കൊണ്ട് മാറി നിക്കടി എന്നും പറഞ്ഞ് അവളുമാരുടെ രണ്ടുപേരുടെയും നേർക്ക് രാജു ഇങ്ങനെ റിവോൾവർ ചൂണ്ടുവാണ്. അത് കണ്ട് സിയയും രാജു വേണ്ട എന്നും പറഞ്ഞ് അവിടെ ഓടി വന്ന് നിൽക്കുവാണ്. എന്താടാ നീ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പോവുകയാണോടാ എന്ന് സിഐ ചോദിക്കുമ്പോൾ, നീയൊക്കെ ചേർന്ന് എൻ്റെ ഋതുവിൻ്റെ പേര് ആ കൊലക്കുറ്റം ചുമത്താൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാടാ നിന്നെയൊക്കെ ഞാൻ കൂട്ടക്കൊല ചെയ്യാൻ പോകുന്നത്. ആദ്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വരെ നാണക്കേടായ പരമ നാറി നീ തന്നെ ആകട്ടെടാ എന്നും പറഞ്ഞ് റിവോൾവർ സിഐയുടെ നേർക്ക് ചൂണ്ടുവാണ്. അതിനുശേഷം നിൻ്റെ കൂട്ടുകാരായ ദാണ്ട ഇവരെ ഓരോരുത്തരെയും നീ ആരുടെ നിർദ്ദേശപ്രകാരമാടാ എൻ്റെ ഭാര്യയുടെ തലയിൽ കൊലക്കുറ്റം ചുമത്താൻ നോക്കുന്നതും ഈ പരാക്രമമൊക്കെ കാണിച്ചു കൂട്ടുന്നതും? എത്ര കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്നെ ഇനി ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടാടാ, നിൻ്റെ കഥയിന്ന് ഞാൻ തീർക്കും. ആ ഗുണ്ടികളുടെ നേരെ റിവോൾവർ ചൂണ്ടിക്കൊണ്ട് രാജു ചോദിക്കുന്നു, നീയൊക്കെ ഏത് സ്റ്റേഷനിലെ പോലീസുകാരികളാടി? പറയടി. അയ്യോ ഞങ്ങൾ പോലീസുകാരികളല്ലേ. നിങ്ങൾ പോലീസുകാരികളല്ലെന്നോ? പിന്നെ ആരാടി? പറയടി. അയ്യോ ഈ സാറിനെ പോലെയുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നവർ ഞങ്ങളാണ്. ഞങ്ങൾ വെറും ഗുണ്ടകളാണ് സാർ. അയ്യോ ഞാൻ കുമരകൻ രമണി, ഞാൻ വരട്ടുമാർ തങ്കമണിയാണേ. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ രാജുവിന് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല. റിവോൾവർ വീണ്ടും ആ സിയയുടെ നേരെ ചൂണ്ടിക്കിട്ട്, ഋതു നിനക്ക് കിട്ടിയ വേദന ഇവളുമാർക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ചെല്ല് അടിക്ക് ഇവളുമാരെ. നോക്കി നിൽക്കാതെ ചെല്ല് ഋതു, നിനക്ക് കിട്ടിയ അടിയുടെ വേദന മാറണ്ടേ? ചെല്ല്. അത് കേട്ടതും ഋതു അങ്ങോട്ട് ചെന്ന് അവളുമാർക്ക് ശരിക്ക് അടി കൊടുക്കുന്നുണ്ട്. ഋതികയെ കരയിപ്പിച്ചതുപോലെ ഋതികയെ അവളുമാർക്കും അടി കൊടുത്ത് കരയിപ്പിക്കുന്നുണ്ട്. അപ്പോഴവിടെ മന്ത്രിയുടെ ഒരു കാറ് വരുന്നുണ്ട്. കാറിൽ നിന്നും ആഭ്യന്തരമന്ത്രിയും കൂടെ വേറെ 2-3 ആൾക്കാരും അങ്ങോട്ട് വരുവാണ് സ്റ്റേഷനിലോട്ട്.
ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഹൃദയ അവളുമാരെ എടുത്തിട്ട് ചാർത്തുവാണ്. അടികൊണ്ട് അവളുമാർ നിലവിളിക്കുമ്പോൾ ആ കരടി എസ് പറയാ നിർത്ത്, രാജു പറയാ നിർത്തില്ലടാ. അനീതിയും അക്രമവും കാണിക്കുന്ന നിന്നെപ്പോലുള്ള പോലീസുകാരെ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ലടാ. എൻ്റെ ജന്മം തൊലഞ്ഞോട്ടടാ, പക്ഷേ നിന്നെ ഞാൻ കൊല്ലുവടാ. അത് കേട്ടിട്ടാ CI പറയാ, എടാ ഞാൻ CI ചന്ദ്രഭാനു ആണെങ്കിൽ നിന്നെയും തൻ്റെ ഇവളെയും എന്നേക്കുമായി കാരാഗ്രഹത്തിൽ അടയ്ക്കുവടാ. അത് കേട്ടോണ്ട് വന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി സദാശിവൻ സാറ് ചോദിക്കുന്നത്, താൻ ആരാടോ, യമധർമ്മനോ? പെട്ടെന്ന് ആ CI സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായോടോ? മനസ്സിലായി, പറയടോ എന്നാ ആരാന്ന്? അത് ഹോം മിനിസ്റ്റർ. അപ്പോഴതൊക്കെ തനിക്കറിയാം. അപ്പോഴെൻ്റെ പേരെന്തുവാടാ? അത് പൊൻകുന്നം സദാശിവൻ സാറ്. അപ്പോൾ മന്ത്രി പറയാ, എന്നാലേ ആ പൊൻകുന്നം തൽക്കാലം അങ്ങ് എടുത്തേരെ, ആ സദാശിവൻ മാത്രം അവിടെ നിൽക്കട്ടെ. നിനക്ക് സദാശിവൻ ആരാണെന്നറിയാവോ? സംഹാരത്തിൻ്റെ ദൈവം, സാക്ഷാൽ മഹാദേവൻ. തന്നെ സംഹരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ടിപ്പോൾ അവതരിച്ചിരിക്കുന്നത്. കേരളത്തിലെല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്ന ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രതാപവർമ്മ. ആ പ്രതാപവർമ്മ സാർ ഇവിടെ കയറി വന്ന് തന്നോടൊരു കാര്യം പറഞ്ഞിട്ട് താനത് അനുസരിച്ചില്ല. അപ്പോൾ പിന്നെ തൻ്റെ വകുപ്പിൻ്റെ പരമാധികാരിയായ ഞാൻ തന്നെ ഇങ്ങോട്ടിഞ്ഞ് വന്നേക്കാന്ന് കരുതി. തൻ്റെ വിളയാട്ടൊക്കെ അറിഞ്ഞിട്ട് CM ആണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നല്ല ഭരണം നടക്കുന്ന ഈ സംസ്ഥാനത്ത് തന്നെപ്പോലുള്ള കീടങ്ങളെ ഇനി വേണ്ട. നാണം കെട്ടുനിന്ന CI പറയാ, സാറേ അത് നീ ശബ്ദിക്കരുത്, ഒരക്ഷരം നീ വേണ്ടി പോയേക്കരുത്. താൻ ആരുടെയൊക്കെ കൽപ്പനകളാണ് ഇവിടെ നടപ്പാക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ ഇവിടെ ഭരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ നടക്കില്ല. കോടികളുടെ കോൺട്രാക്റ്റും കൊട്ടേഷനും അല്ലയോ ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ അനീതിയും അന്യായവും കാണിക്കാത്ത പരിശുദ്ധനായ ഒരാളാണ് പ്രതാപവർമ്മ. ആ പ്രതാപവർമ്മ സാറിൻ്റെ മകളെയും മരുമകനെയും ഒരു കൊലക്കേസിൽ കുടുക്കി തനിക്ക് ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കണം അല്ലേ? തൽക്കാലം തൻ്റെ ആ മോഹമൊക്കെ അങ്ങ് മനസ്സിലിരിക്കട്ടെ. ഇവിടെ കോടതിയുണ്ടല്ലോ, കോടതി തീരുമാനിക്കും ഹൃദയ കുറ്റക്കാരിയാണോ ഇല്ലയോ എന്ന്. മനസ്സിലായോടോ തനിക്ക്? ഒന്നും മിണ്ടാതെ CI നിൽക്കുമ്പോൾ എന്താടോ ഒന്നും മൊഴിയാത്തത്? താൻ വലിയ പരാക്രമിയാണല്ലോ. എന്താ തനിക്ക് മറുപടി ഒന്നും പറയാനില്ലേ? ഇതെന്താ പോലീസ് സ്റ്റേഷനോ അതോ തൻ്റെ ഗുണ്ടാ വിളയാട്ട് കേന്ദ്രമോ? CI കൊണ്ടുവന്ന ഗുണ്ടകളെയൊക്കെ നോക്കിയിട്ട് ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നു, ഇവരൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരാണോ? അല്ല സാർ. അല്ലയോ? അപ്പോൾ ഇവരെല്ലാം ഗുണ്ടകളാണ്. അപ്പോൾ ഇവരെ എല്ലാവരും കസ്റ്റഡിയിലെടുക്ക്, മറ്റേ പോലീസുകാരോട് പറയുവാണ്. അങ്ങനെ ആ CI കൊണ്ടുവന്ന ഗുണ്ടകളെയും ഗുണ്ടികളെയും എല്ലാം മറ്റുള്ള പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവാണ്. ആഭ്യന്തരമന്ത്രി എന്നിട്ട് CIയോട് പറയുവാണ്, ഞങ്ങൾ ആരും നിയമം വിട്ട് പ്രവർത്തിക്കുന്നവരല്ല, ഇപ്പോൾ വന്നതും നിയമപ്രകാരം തന്നെയാണ്. എന്നിട്ട് മന്ത്രിയോടൊപ്പം വന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് ഒരു കവർ വാങ്ങിയിട്ട് പറയുന്നു, ഇതൊരു സ്പെഷ്യൽ കോർട്ട് ഓർഡറാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കോടതിയിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ളതാണ്. പ്രതാപവർമ്മയ്ക്ക് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഉടനെ മകൾ ഋതികയെ കാണണം. അതുകൊണ്ട് ഋതികയെ ഞാൻ കൊണ്ടുപോവാണ്. ഞാൻ തന്നെ ഋതികയെ നാളെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. ഇനി ഈ കാക്കിക്കുപ്പായം താനങ്ങ് മറന്നേക്ക്. ഇത് അണിയാനുള്ള യോഗ്യതയൊന്നും തനിക്കില്ല. പെട്ടെന്ന് ഇയാൾക്കുള്ള സസ്പെൻഷൻ ഓർഡർ എടുത്തേക്കൂ എന്ന് കൂടെ വന്ന ആളിനോട് പറയുന്നുണ്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നും മന്ത്രി കൂടെ വന്ന ആളിനോട് പറയുവാണ്. എന്നിട്ട് മന്ത്രി ആ CIയെ നോക്കിയിട്ട് പറയുക, തനിക്കുള്ള പാരിതോഷികം രാജു പുറകെ വന്ന് തനിക്ക് തന്നോളും. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, പ്രതാപവർമ്മയുടെ കൈകൊണ്ടായിരിക്കും തൻ്റെ അന്ത്യം. വാമോളെ എന്നും പറഞ്ഞ് ഋതികയും കൂട്ടിക്കൊണ്ട് മന്ത്രി പോവുകയാണ്. രാജു കൂടെ പോകുന്നുണ്ടെങ്കിലും തിരികെ വന്നിട്ട് ആ CIയോട് പറയുക, രാജു CIയോട് പറയുക, നിന്നെ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് കാണാം. നിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് നിൻ്റെ എല്ലാ എല്ലും ഞാൻ ഊരും, കേട്ടോടാ എന്നും പറഞ്ഞ് കയ്യിലിരുന്ന റിവോൾവർ ആ CIയുടെ കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് രാജു അവിടുന്ന് പോവുക. ഈ സമയം അംബിക വന്ന ICUവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ ഇവന് വല്ല മാരക അസുഖമായിരിക്കണേ, ഇവനെ വലിയ അസുഖക്കാരനാക്കി ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുക്കി വെക്കണേ ദൈവമേ, നിനക്കൊരു ദിവസത്തെ പൂജയൊക്കെ ഞാൻ നടത്തിയേക്കാവേ. അപ്പോൾ ICUന്ന് ഇറങ്ങി വരുന്ന ശേഖരനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് അംബിക കള്ളസ്നേഹവും അഭിനയിച്ചുകൊണ്ട്, എന്താ ശേഖര, എനിക്കിപ്പോൾ അതിനകത്തോട്ട് കയറാൻ പറ്റുമോ? ഇല്ല ചേച്ചി, ഇത് ICU, ഇതിനകത്തോട്ട് ആരെയും കയറ്റില്ല. പ്രതാപൻ എന്താ സംഭവിച്ചെന്നെങ്കിലും നീ പറ. ഒന്നുമില്ല ചേച്ചി. ഒന്നുമില്ലെങ്കിൽ പിന്നെ അവൻ്റെ മൂക്കിൽ നിന്ന് എന്താ ബ്ലഡ് വന്നത്? മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നത് ടെൻഷൻ കൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞു. എൻ്റെ ശേഖര, അവൻ എന്തിനാ അതിന് മാത്രം ടെൻഷൻ? പിന്നെ ടെൻഷൻ ഉണ്ടാകാതിരിക്കുമോ ചേച്ചി? ഋതുമോള് പോലീസ് സ്റ്റേഷനല്ലേ, അതിന് അവനെന്തിനാടാ ദണ്ണം? അതിന് പോലീസുകാർ പിടിച്ചോണ്ട് പോയിരിക്കുന്നത് അവൻ്റെ സ്വന്തം മകളെയൊന്നും അല്ലല്ലോ. ശേഖറിന് ദേഷ്യം വന്നിട്ട് വയ്യ. ചേച്ചി, ഇതൊരു ഹോസ്പിറ്റലാ, ഞാൻ ചിലപ്പം വല്ലാതെ പ്രതികരിച്ചെന്ന് വരും. ഇവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഒന്ന് പോയി തരാവോ? ഞാൻ എവിടെ പോകാനാടാ? ആ കിടക്കുന്നത് എൻ്റെ കൂടപ്പറപ്പാ. അവൻ എനിക്ക് എൻ്റെ സ്വന്തം മോനെ പോലെയാ. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ. ഒരു മകള്, അവൾ സ്വന്തം തന്തയെ കൊന്നിട്ട് അവൾ അകത്തായി.
ഇനി ഈ ആയുസിൽ അവൾ പുറത്തിറങ്ങില്ല. 60 വയസ്സ് വരെ അവൾ സെൻട്രൽ ജയിലിലായിരിക്കും. അപ്പോഴങ്ങോട്ട് രാജുവും ഋതികയും ഓടി വരുവാണ്. ശേഖരൻ അവരെ കണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുമ്പോൾ അംബിക ഇങ്ങനെ ഞെട്ടിപ്പകച്ച് നിൽക്കുവാണ്. ഋതിക കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ശേഖരനോട്, ചെറിയച്ഛ, എൻ്റെ അച്ഛൻ എന്താ പറ്റിയത്? ഇപ്പം കാണാൻ പറ്റുമോ? അത് കേട്ടിട്ട് അംബിക, ഇപ്പം കാണാനൊന്നും പറ്റില്ല, ഇതേ ICU ആ, നീ ഒന്ന് പൊയ്ക്കേ ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോൾ ഋതിക പെട്ടെന്ന് രാജുവിൻ്റെ കൈക്ക് പിടിച്ചിട്ട്, രാജു വാ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരുടെ ICUവിനകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. അംബിക നാണം കെട്ടങ്ങനെ നോക്കി നിൽക്കുക. ശേഖരനാണെങ്കിൽ മനസ്സുകൊണ്ട് സന്തോഷവുമാണ്. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് ഋതിക ഓടി വന്ന് പ്രതാപൻ്റെ അടുത്തോട്ട്, മോള് വന്നോ? പ്രതാപന് സന്തോഷമായി. എൻ്റെ മോള് കരയാതെ, അച്ഛൻ ഒരു കുഴപ്പവുമില്ല. രാജു, എനിക്കൊന്നുമില്ലെന്ന് നീ എൻ്റെ മകളോടൊന്ന് പറയടാ. എൻ്റെ മോള് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കണ്ടപ്പോഴുണ്ടായ ടെൻഷനാ. എൻ്റെ മോളെ, എനിക്ക് അത്രയേ ഉള്ളൂ, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു അസുഖവും ഇല്ല മോളെ. സോറി മോളെ, എൻ്റെ മോക്കൊരാപത്ത് വന്നപ്പോൾ അച്ഛനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനെൻ്റെ അച്ഛൻ എന്തിനാ സോറി പറയുന്നത്? അച്ഛൻ്റെ ഫ്രണ്ട് വന്ന് എന്നെ രക്ഷിച്ചില്ലേ? ആര്? സദാശിവൻപിള്ള സാർ വന്നായിരുന്നോ? വന്നിരുന്നച്ചാ. ശേഖരനപ്പോൾ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാൻ ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും വേണ്ട ചെറിയച്ചാ, ഞാനിവിടെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരുന്നോളാം. ചേട്ടാ, ചേട്ടനെ കുടിക്കാൻ ചായയോ കാപ്പിയോ വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട ശേഖര, നീ ഇവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്ക്. എനിക്കൊന്നും വേണ്ട ചെറിയച്ച, എനിക്ക് കുറച്ച് സമയം എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇരുന്നാൽ മതി. എന്നാൽ മോൾ ഇവിടെ ഇരുന്നോ, ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ശേഖരൻ രാജുവിനെ വിളിക്കുമ്പോൾ പ്രതാപൻ ഇങ്ങനെ പതുക്കെ കണ്ണ് കാണിക്കുന്നുണ്ട് ശേഖരനെ. രാജുവിനോടൊന്നും പറയല്ലേ എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ് പ്രതാപൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഇനി ശരിയായ രീതിക്ക് തന്നെ നടക്കും. അംബികയുടെയും CIയുടെയും കൂടെ വന്ന ഗുണ്ടകളുടെയും അനന്തമ്പിള്ളിയുടെയൊക്കെ കാര്യത്തിൽ ഇനി നല്ല ഒരു തീരുമാനം തന്നെ ഉണ്ടാകും. രാജുവും ഋതികയും ചേർന്ന് അവർക്കുള്ള തിരിച്ചടി കൊടുക്കും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.